നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ പ്രപഞ്ചത്തിലെ ചില രഹസ്യങ്ങളെക്കുറിച്ചാണ്. ഈ രഹസ്യങ്ങളെക്കുറിച്ച് ലോകത്തിലെ 2% ആളുകൾക്ക് മാത്രമേ അറിയൂ. എന്നാൽ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങളും ആ 2% ആളുകളിൽ ഒരാളാകും. പ്രപഞ്ചത്തിന്റെ ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കി സ്വന്തം ജീവിതം ഒരു മാതൃകയാക്കിയവരാണവർ. പ്രപഞ്ചത്തിന്റെ ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള നമ്മുടെ യാത്ര നമുക്കിപ്പോൾ ആരംഭിക്കാം. രഹസ്യം 1: ധ്യാനത്തിന്റെ ശക്തി, ദ പവർ ഓഫ് മെഡിറ്റേഷൻ. അതേ സുഹൃത്തുക്കളെ, ധ്യാനം അഥവാ മെഡിറ്റേഷന് അതിശയിപ്പിക്കുന്ന ശക്തിയുണ്ട്. ധ്യാനം ഒരു ആത്മീയ പരിശീലനമാണ്. അത് കാലങ്ങളായി മനുഷ്യസമൂഹം ഉപയോഗിച്ചുവരുന്നു. ഇതൊരു മാനസികവും ശാരീരികവുമായ അവസ്ഥയാണ്. ഇതിലൂടെ ഒരു വ്യക്തി തന്റെ മനസ്സിനെ ശാന്തമാക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിൽ ഒരു ദിവസം 60,000-ത്തിലധികം ചിന്തകൾ കടന്നുവരുന്നുണ്ട്. എന്നാൽ അവയിൽ വളരെ കുറച്ചു മാത്രമേ ഉപയോഗപ്രദമായുള്ളൂ. നല്ല ചിന്തകളെ ഉൾക്കൊള്ളാനുള്ള ശക്തി ധ്യാനം നമുക്ക് നൽകുന്നു. ഈ ശക്തി ഈ പ്രപഞ്ചത്തിൽ അദ്ഭുതകരമാണ്. മാനസിക പിരിമുറുക്കം, ക്ഷീണം, വിഷാദം എന്നിവയിൽ നിന്ന് മുക്തി നേടാനും ആത്മവിശ്വാസം വളർത്താനും ധ്യാനം സഹായിക്കുമെന്ന് ശാസ്ത്രം പോലും അംഗീകരിച്ചിട്ടുണ്ട്. രഹസ്യം 2: ആകർഷണ സിദ്ധാന്തം, ലോ ഓഫ് അട്രാക്ഷൻ. അതെ, ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ സിദ്ധാന്തം ഈ പ്രപഞ്ചത്തിന്റെ മറ്റൊരു നിഗൂഢ രഹസ്യമാണ്. ഇത് ഒരു പരിധിവരെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ ശക്തിയുടെ വ്യാപ്തിയെക്കുറിച്ചുള്ള ഗവേഷണം ഇപ്പോഴും തുടരുകയാണ്. സുഹൃത്തുക്കളെ, ഈ സിദ്ധാന്തമനുസരിച്ച് നമ്മുടെ ചിന്തകൾ നമ്മുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളായി പ്രതിഫലിക്കുന്നു. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതുതന്നെയാണ് പ്രപഞ്ചം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കുന്നത്. ഈ നിയമം ശക്തമായ വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതിനെക്കുറിച്ച് നമ്മുടെ വികാരങ്ങൾ പൂർണ്ണ ശക്തിയോടെ ആകർഷിക്കുമ്പോൾ പ്രകൃതിയുടെ ഈ വലിയ നിയമം അതിന്റെ മാന്ത്രികവിദ്യ കാണിക്കുന്നു. ആ കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു. അങ്ങനെ ഒരു ദിവസം ആ സങ്കല്പം നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി മാറുന്നു. രഹസ്യം 3: നന്ദി പറയുന്നതിന്റെ ശക്തി, ദ പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. സുഹൃത്തുക്കളെ, നന്ദി പ്രകടിപ്പിക്കുന്ന ഈ രഹസ്യവും ഈ പ്രപഞ്ചത്തെ കൂടുതൽ നിഗൂഢമാക്കുന്നു. കാരണം ഈ വികാരത്തിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിലുള്ള സന്തോഷങ്ങൾ, സാഹചര്യങ്ങൾ, വസ്തുക്കൾ, ആളുകൾ എന്നിവയോട് നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ നല്ല ചിന്തകളുടെ സ്പന്ദനങ്ങൾ അതിവേഗം പ്രപഞ്ചത്തിലെത്തുന്നു. തൽഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടെങ്കിലും നിങ്ങളുടെ നല്ല ചിന്തകളും വികാരങ്ങളും പ്രകടിപ്പിച്ച നന്ദി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ പുതിയ നിറങ്ങൾ നിറയ്ക്കാൻ തുടങ്ങുന്നു. ഇത് സാധ്യമായത് ആകർഷണ സിദ്ധാന്തത്തിലൂടെ നന്ദി പ്രകടിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെയും സാഹചര്യങ്ങളെയും ആകർഷിച്ചതുകൊണ്ടാണ്. രഹസ്യം 4: ക്വാണ്ടം ഫിസിക്സ്. സുഹൃത്തുക്കളെ, ഇതും പ്രപഞ്ചത്തിന്റെ മറ്റൊരു അത്ഭുത രഹസ്യമാണ്. ശാസ്ത്രജ്ഞർ ഇത് പരീക്ഷിച്ചപ്പോൾ ഫലങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. ഈ രഹസ്യമനുസരിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമെല്ലാം പ്രധാനമാണ്. നിങ്ങളുടെ ചിന്തകളുടെ ഊർജ്ജം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയും. നിങ്ങൾ ഏതു ചിന്തയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, ആ ചിന്തയുമായി പൊരുത്തപ്പെടുന്ന ഊർജ്ജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് 99% കേസുകളിലും ഒരു പാവപ്പെട്ടവനായി തുടരുന്നത്. കാരണം അവൻ തന്റെ ശ്രദ്ധ എപ്പോഴും നഷ്ടങ്ങളെക്കുറിച്ചും തന്റെ അവസ്ഥയെക്കുറിച്ചുള്ള വിലപിക്കലുകളിലും മാത്രമായി ഒതുക്കുന്നു. അതേസമയം ധനികനാകാനുള്ള ചിന്തയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്ക് ആ കൂട്ടത്തിൽ നിന്ന് വേറിട്ടു നിൽക്കാൻ കഴിയുന്നു. ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഊർജ്ജത്തിന്റെ ഒരു രൂപമാണ്. അതുകൊണ്ടാണ് അതിനെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയാത്തത്. രഹസ്യം 5: ലക്ഷ്യങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ശക്തി, പവർ ഓഫ് ഗോൾസ് ആൻഡ് ഡ്രീംസ്. സുഹൃത്തുക്കളെ, ഈ പ്രപഞ്ചത്തിലെ രഹസ്യങ്ങളിൽ നമ്മുടെ സ്വപ്നങ്ങൾ 2 തരത്തിലുണ്ട്. ഒന്ന് രാത്രിയിൽ ഉറങ്ങുമ്പോൾ കാണുന്നവ. രണ്ടാമത്തേത് നമ്മൾ തുറന്ന കണ്ണുകളോടെ യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്നവ. രാത്രിയിൽ വരുന്ന സ്വപ്നങ്ങൾക്ക് പിന്നിലെ രഹസ്യം ശാസ്ത്രജ്ഞർക്ക് പോലും ഇന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇത് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മളെ നയിക്കാൻ കാണിക്കുന്നതാണെന്ന് അവർ പറയുന്നു. എന്നാൽ ഈ ആശയം പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സും പ്രപഞ്ചശക്തികളെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ കാന്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ഉറക്കത്തിൽ സ്വപ്നങ്ങളായി പ്രത്യക്ഷപ്പെടുന്ന പ്രപഞ്ചമയച്ച ആ ചിത്രങ്ങൾക്ക് പിന്നിലെ സന്ദേശം നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ സ്വപ്നങ്ങൾ നമ്മൾ തുറന്ന കണ്ണുകളോടെ കാണുന്നവ. അവയെ നമ്മൾ ലക്ഷ്യങ്ങളെന്നും വിളിക്കുന്നു. ഇവയും ഒട്ടും കുറവല്ല. കാരണം ഈ ലക്ഷ്യങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശക്തമായ സ്പന്ദനങ്ങൾ ആ ലക്ഷ്യത്തെ മാത്രമല്ല, ആ ലക്ഷ്യം നേടാൻ നിങ്ങൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം നിർണയിക്കുക. കാരണം ലക്ഷ്യമില്ലാത്ത മനുഷ്യന്റെ ജീവിതം അർത്ഥശൂന്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നോ അതിലധികമോ വലിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാൻ ഈ പ്രപഞ്ചം നിങ്ങളെ പ്രചോദിപ്പിക്കുന്നു. രഹസ്യം 6: ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മമുഹൂർത്തം എന്ന വാക്കിൽ ബ്രഹ്മം എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ബ്രഹ്മാവ് എന്നും മുഹൂർത്തം എന്നാൽ സമയമെന്നും അർത്ഥമാക്കുന്നു. അതായത് ബ്രഹ്മാവിന്റെ ശക്തി അനുഭവിക്കാൻ ഏറ്റവും പുണ്യവും അനുയോജ്യവുമായ സമയമാണിത്.
ഭാരതീയ ആയുർവേദ ഗ്രന്ഥങ്ങളനുസരിച്ച് ഈ സമയത്തൊരാൾ കിടക്ക വിടുകയും യോഗ, ധ്യാനം തുടങ്ങിയ ആത്മീയ കാര്യങ്ങൾ ചെയ്യുകയും വേണം. ഇത് അയാളെ ബ്രഹ്മാവുമായും പ്രപഞ്ചവുമായും നേരിട്ട് ബന്ധിപ്പിക്കുന്നു. വെറുതെ എഴുന്നേറ്റാൽ പോലും ഇത് നമ്മുടെ ശരീരത്തിലെ വാതത്തെ അഥവാ വായുവിനെ ശാന്തമാക്കുകയും മനസ്സിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഈ സമയം ധ്യാനം പോലുള്ള ആത്മീയ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ സമയത്ത് ധ്യാനം ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നു. രഹസ്യം 7 ചക്രങ്ങൾ 7 ചക്രാസ്. മനുഷ്യശരീരത്തിലെ ഊർജ്ജകേന്ദ്രങ്ങളായ 7 ചക്രങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ അനന്തമായ ശക്തികളെ അടുത്തറിയാൻ മനുഷ്യനെ സഹായിക്കുന്നു. സ്വന്തം 7 ചക്രങ്ങളുടെ ഉണർവുകൊണ്ട് സമ്പന്നരായ ആളുകൾ യഥാർത്ഥത്തിൽ വിജയിച്ചവരാണ്. ഈ 7 ചക്രങ്ങൾക്കും ഈ പ്രപഞ്ചവുമായി ബന്ധമുണ്ടെന്ന് അവർക്കറിയാം. നമ്മുടെ ശരീരത്തിൽ 109 ചക്രങ്ങളുണ്ട്. അതിൽ 12 എണ്ണം പ്രധാനപ്പെട്ടവയാണ്. ഇന്ത്യൻ യോഗികളും സന്യാസിമാരും ഈ ചക്രങ്ങളിൽ വിജയം നേടിയാണ് സമാധാനപരവും ലളിതവും സമ്പന്നവുമായ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയത്. ഈ ചക്രങ്ങൾ നമ്മുടെ ശരീരത്തിലെ വാതിലുകളാണ്. അവയിലൊന്ന് അടഞ്ഞാൽ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മനുഷ്യജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ തകരാറിലാകും. പലതരം രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൂടുകെട്ടും. ഈ ചക്രങ്ങളിൽ പരിധിയില്ലാത്ത ഊർജ്ജത്തിന്റെ സംഭരണിയുണ്ട്. ധ്യാനത്തിലൂടെ ഈ ചക്രങ്ങൾ തുറക്കാൻ വിജയിക്കുന്നവർക്ക് 100 വർഷത്തിലധികം ജീവിക്കാനുള്ള അനുഗ്രഹം ലഭിക്കുക മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ദുഃഖം എന്നൊരു കാര്യം ഇല്ലാതാവുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ന് ആളുകൾ ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും പോലുള്ള പുറമേയുള്ള വസ്തുക്കളും വെറും ഷോ കാണിക്കാൻ ലക്ഷ്യമിട്ടുള്ള ജീവിതശൈലിയും സ്വീകരിച്ചുകൊണ്ട് ഈ ചക്രങ്ങളെ അറിയാതെ ആക്രമിക്കുകയാണ്. അതിന്റെ ഫലമായി ആശുപത്രികളും ക്ലിനിക്കുകളും കയറിയിറങ്ങി അവർ പണവും സമയവും ഊർജ്ജവും ആരോഗ്യവും മാനസിക സമാധാനവുമെല്ലാം നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ 7 ചക്രങ്ങളെ ഉണർത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. രഹസ്യം 8 നിങ്ങളുടെ ചിന്തകൾ എഴുതുന്നതിന്റെയും സ്വയം സംസാരിക്കുന്നതിന്റെയും ശക്തി. പവർ ഓഫ് റൈറ്റിംഗ് യുവർ തോട്ട്സ് ആൻഡ് സെൽഫ് ടോക്ക്. സുഹൃത്തുക്കളെ, ഈ 2 ശക്തികളും ഈ പ്രപഞ്ചത്തിൽ വളരെ അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു. ചിന്തകളുടെ ശക്തി ഈ പ്രപഞ്ചത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായിട്ടുണ്ടാകും. എന്നാൽ നമ്മൾ ഈ ചിന്തകളെ വാക്കുകളായി മാറ്റുമ്പോൾ ആ ചിന്തകളുടെ പ്രതിഫലനം വളരെ വേഗത്തിൽ പ്രപഞ്ചത്തിലെത്തുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ചിന്തകൾ എഴുതി വാക്കുകളാക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിൽ പല വെല്ലുവിളികളും കൊണ്ടുവരും. അവയെ അതിജീവിച്ച് നിങ്ങൾ ആ ചിന്തകളിൽ കാണുന്ന ലക്ഷ്യം നേടിയെടുക്കും. അതിനായി ഒരു സാധാരണ ഡയറിയും പേനയും ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങളുടെ ചിന്തകൾ ഒരു നിശ്ചിത എണ്ണം എഴുതി പ്രപഞ്ചത്തിലേക്ക് അയക്കാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ എഴുതുമ്പോൾ ആ ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കുമെന്ന് നിങ്ങൾ പ്രപഞ്ചത്തിനൊരു ഓർഡർ നൽകുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്ത് സംഭവിക്കുമെന്നോ? പ്രപഞ്ചം നിങ്ങളെ ആ ലക്ഷ്യം നേടാൻ തയ്യാറാക്കുന്നു. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികളുടെ സ്രോതസ്സ് അതാണ്. ഇനി സ്വയം സംസാരിക്കുന്നതിനെക്കുറിച്ച് സെൽഫ് ടോക്ക് പറയാം. അതായത് നമ്മളോട് തന്നെ സംസാരിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിന്റെ ശബ്ദം കേൾക്കുന്നത്, നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശബ്ദം കേൾക്കുന്നത്. കാരണം നമ്മുടെ ശരീരത്തിലുള്ള ഈ 2 ഘടകങ്ങളും ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ഘടകങ്ങളാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശബ്ദം നിങ്ങൾക്ക് വെറുതെ കേൾക്കാൻ കഴിയില്ല. കാരണം അതിന്റെ ശബ്ദം ദൈവത്തിന്റെ ശബ്ദമായി കണക്കാക്കപ്പെടുന്നു. ഇതേ കാര്യം നമ്മുടെ ഹൃദയത്തിനും ബാധകമാണ്. ശാന്തമായ ഒരിടത്ത് ഒറ്റയ്ക്കിരുന്ന് നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയും ക്ഷമയോടെ അതിന്റെ ഉത്തരം സ്വയം കേൾക്കുകയും ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട കലയാണ്. ഈ ലോകത്തിലെ മഹത്തായ ആളുകൾക്ക് ഈ രഹസ്യമറിയാം. അത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അവർ എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കാൻ പുതിയ വഴികൾ കണ്ടെത്തുന്നു. രഹസ്യം 9 ദൃശ്യവൽക്കരണത്തിന്റെ ശക്തി. ദ പവർ ഓഫ് വിഷ്വലൈസേഷൻ. സുഹൃത്തുക്കളെ, 9ാമത്തെ രഹസ്യം ദൃശ്യവൽക്കരണത്തിന്റെ ശക്തിയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി സംസാരിച്ചിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അവിടെ നിന്ന് കാണാം. കാരണം ഒരേ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് ഞാൻ നിങ്ങളുടെ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരൊറ്റ വാക്യത്തിൽ പറഞ്ഞാൽ, ഇത് നമ്മുടെ ചിന്തകളെ മാനസിക ചിത്രങ്ങളാക്കി മാറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. ഭാവനയുടെ ശക്തിയിലൂടെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾക്ക് ചിറകുകൾ നൽകുകയും നിങ്ങളുടെ ലക്ഷ്യത്തെ അടുത്തറിയുകയും ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഇത് പ്രപഞ്ചത്തിന്റെ മറ്റൊരു അതുല്യമായ ശക്തിയാണ്. നമുക്കിത് കാണാനും അനുഭവിക്കാനും കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പലിന് ചിറകുകൾ നൽകുക മാത്രമേ വേണ്ടൂ. നിങ്ങളുടെ ചിന്തകളെ ചിത്രങ്ങളിലൂടെ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തോട് പ്രതിബദ്ധത പുലർത്താനുള്ള ഏറ്റവും ശക്തമായ മാർഗമാണ്. രഹസ്യം 10 സ്ഥിരതയുടെയും സ്വയം സഹായ പുസ്തകങ്ങൾ വായിക്കുന്നതിന്റെയും ശക്തി. ദ പവർ ഓഫ് കൺസിസ്റ്റൻസി ആൻഡ് റീഡിംഗ് സെൽഫ് ഹെൽപ്പ് ബുക്സ്. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലെ അവസാനത്തെയും അന്തിമവുമായ രഹസ്യമാണിത്. സ്ഥിരതയാണ് വിജയത്തിന്റെ താക്കോൽ എന്ന മന്ത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ നല്ലതാക്കി നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ നിശ്ചയിച്ചു. എന്നാൽ അടുത്ത നിമിഷം നിങ്ങൾ വീണ്ടും നെഗറ്റീവ് ആകുകയാണെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ശക്തികളെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സ്ഥിരതയുള്ളവരായിരിക്കണം. അതായത് നിങ്ങളുടെ നല്ല ചിന്തകളിൽ നിങ്ങൾ സ്ഥിരത പുലർത്തണം.
ഈ സ്ഥിരത നിലനിർത്താൻ നിങ്ങളുടെ മാനസിക കാഴ്ചപ്പാട് വികസിപ്പിക്കാൻ സഹായിക്കുന്ന ചില സ്വയം സഹായ പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിക്കാം. അവ നിങ്ങളുടെ ലക്ഷ്യത്തോട് പ്രതിബദ്ധത പുലർത്താനും നിങ്ങളെ എപ്പോഴും പ്രചോദിപ്പിക്കാനും സഹായിക്കുന്നു. സുഹൃത്തുക്കളെ, പ്രപഞ്ചത്തിന്റെ ഈ രഹസ്യങ്ങൾ നിങ്ങൾ എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുവർണഭാവിക്കായി ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ആശംസകൾ നേരുന്നു. ഇങ്ങനെ മുന്നോട്ടു പോകുക, എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിരിക്കുക. അത് നിങ്ങളെ കൂടുതൽ ആകർഷകനാക്കുന്നു.